പുതിയൊരു ചരിത്രത്തിലേക്ക് കൂടി ചുവടുവെച്ച് കേരളം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. മധുര വിതരണം നടത്തിയാണ് യാത്രയെ ആളുകൾ വരവേറ്റത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് ഡബിൾ ബെല്ലോടെ തുടക്കം. ഇനി മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ബസ്സുകളിൽ യാത്ര സൗജന്യമായിരിക്കും. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് പുറമെ നിയോജക മണ്ഡലങ്ങളിലും പുതുചരിത്രത്തിലേക്ക് ചുവടുവെച്ച പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഫ്ളാഗ് ഓഫ് ഉപ്പളയിൽ വെച്ച് AK മഷ്റഫ് MLAയും കാസർഗോഡ് മണ്ഡലത്തിലെ ഫ്ളാഗ് ഓഫ് കാസർഗോഡ് വെച്ച് കല്ലട്ര മാഹിൻ ഹാജി MLAയും ഉദുമ മണ്ഡലത്തിലെ ഫ്ളാഗ് ഓഫ് ഉദുമയിൽ വെച്ച് K നീലകണ്ഠൻ MLAയും കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഫ്ളാഗ് ഓഫ് കാഞ്ഞങ്ങാട് വെച്ച് നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ MP ജാഫറും നിർവഹിച്ചു. പലയിടങ്ങളിലും UDF പ്രവർത്തകരും നാട്ടുകാരും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പായസം വിളമ്പിയും പദ്ധതിയുടെ ആരംഭത്തെ ആഘോഷമാക്കി. കേരളത്തിൽ അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം UDF സർക്കാർ പാലിക്കുകയാണ്. ഇത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായി കാണുന്നില്ലെന്നും ഇത് സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ മേഖലയ്ക്ക് ഈ പദ്ധതി കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി സർക്കാർ ഉടൻ നടത്തുമെന്നുള്ള ഉറപ്പും മുഖ്യമന്ത്രി നൽകി. ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഈ ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിൻ്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. സൗജന്യ യാത്രാ ബസ്സുകൾ തിരിച്ചറിയാൻ ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിരിക്കും. സൗജന്യ യാത്രയ്ക്ക് തിരിച്ചറിയൽ കാർഡിൻ്റെ ആവശ്യമില്ല എന്നതും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭിക്കുക. കാഞ്ഞങ്ങാട് കാസർഗോഡ് ഡിപ്പോകളിൽ നിന്ന് സർവീസ് നടത്തുന്ന ആകെ 128 ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ സാധാരണ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, സിറ്റി, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുക. മംഗളൂരു, സുള്ളിയ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന സർവീസുകളിലും യാത്രാ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. അതിനാൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കർണാടകയിലേക്കുള്ള നിരവധി യാത്രക്കാർക്കും ഇത് വലിയ ആശ്വാസമായി മാറുമെന്ന സന്തോഷവും മഞ്ചേശ്വരം MLA AK മഷ്റഫും പങ്കുവച്ചു. KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്ര വരുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക ഇന്റർസ്റ്റേറ്റ് ബസ്സിൽ ലഭിക്കുമോ, തലപ്പാടി വരെയെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ മണ്ഡലക്കാരുടെയും കാസർകോട്ടുകാരുടെയും ചോദ്യം. ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്ത് നേരിട്ട് കണ്ട് എൻ്റെ മണ്ഡലത്തിൻ്റെ അവസ്ഥ ബോധിപ്പിച്ചു. ബഹുമാന്യനായ ഗതാഗത മന്ത്രി ശ്രീ CP ജോണിനെ ഇക്കാര്യം ബോധിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി KSRTCയിൽ സൗജന്യ സ്ത്രീ യാത്ര ആരംഭിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലോടുന്ന ഇന്റർസ്റ്റേറ്റ് കേരളത്തിലെ KSRTCയിൽ മംഗലാപുരം വരെ കേരളത്തിലെ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും യാത്രാ സൗജന്യം നൽകിയ സന്തോഷം ഈ സമയത്ത് പങ്കുവെക്കുകയും സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ നടപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതിയിലൂടെ ജില്ലയിലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി കാർഡിൽ 5 വാഗ്ദാനങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിലത്തെ പ്രിയദർശിനി സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടീം UDF VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ന് സ്ത്രീകൾക്കായി രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചിരിക്കുകയാണ്. അതിനുള്ള എല്ലാവരുടെയും സ്ത്രീകളുടെ സന്തോഷം പങ്കുവെക്കുന്നു. തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദിവസേന യാത്ര ചെയ്യുന്നവർക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാകും. KSRTCയുടെ 60% വരുന്ന ഓർഡിനറി സർവീസുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് UDF ഗവൺമെന്റിന്റെ വിപ്ലവാത്മകമായ സാമൂഹിക ക്ഷേമ പദ്ധതിയാണെന്ന് ഉദുമയിലെ ഫ്ളാഗ് ഓഫ് കർമ്മത്തിന് ശേഷം K നീലകണ്ഠൻ MLA പറഞ്ഞു. നമുക്കറിയാം അതിരൂക്ഷമായ വിലക്കയറ്റം
ഇന്ന് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് പോലും താളം തെറ്റിയിരിക്കുകയാണ്. ആ വിലക്കയറ്റത്തിന് സ്വസ്ഥമായ പരിഹാരം കാണാൻ വേണ്ടി ശക്തമായ നടപടികളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ കൂടി കേരളത്തിലെ ഐക്യജനാധിപത്യം മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റ് താങ്ങും തള്ളുമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് വിനയത്തിന്റെ ഭാഷ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ യുദ്ധമാ റൂട്ടിൽ കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ഈ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ജയ്. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് പ്രകടന പത്രികയിലും ഇത് ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ മെയ് 15 മുതൽ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കവും മറ്റും സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകാൻ കാരണമായി. മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. പദ്ധതി ഗുണകരമാകുമെങ്കിൽ എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഉറപ്പുവരുത്തണമെന്ന അഭിപ്രായവും വ്യാപകമാകുന്നു.